എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രി. സാധാരണ നിങ്ങൾ സ്കൂൾ തലങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട കുറച്ച് പേർക്കെങ്കിലും കുറച്ച് പ്രയാസമായിട്ടൊക്കെ തോന്നുന്ന ഒരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറയുന്നത്. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സിനാരിയോയിലോട്ട് വരുമ്പോൾ ഒരുപാട് പഠിപ്പിക്കാറില്ല. അത്യാവശ്യം കാര്യങ്ങൾ ബേസിക്സ് ഒക്കെ അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താവുന്ന ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമേ ഇവർ ചോദിക്കാറുള്ളൂ. പക്ഷെ അടിത്തറ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും. ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓൺ ദ ബേസിസ് ഓഫ് ദ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പഠനമാണ് എന്ത് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മട്ട ത്രികോണങ്ങൾ അഥവാ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവണം. എന്താണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? അവിടെ ഒരു ആംഗിൾ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം, അല്ലെ? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. റൈറ്റ് ആംഗിൾഡ് അറ്റ് വൺ ആംഗിൾ, ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതെന്തായി? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളായി. ഇത്തരത്തിലുള്ള റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെടുന്ന ആ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ, ഇപ്പൊ എ ബി ഒരു സൈഡാണ്, ബി സി ഒരു സൈഡാണ്, എ സി ഒരു സൈഡാണ്. ബി സിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടിന്യൂസ്, അല്ലെ? എ ബിയും ബി സിയും രണ്ട് സൈഡുകളാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആയിരിക്കും എല്ലായ്പ്പോഴും ഹൈപ്പോട്ടിന്യൂസ്. അതായിരിക്കും ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിളിന്റെ ലോങ്ങസ്റ്റ് സൈഡ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്. അതാണ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഈ സൈഡുകൾ തമ്മിൽ നമുക്ക് ഇങ്ങനെ റേഷ്യോ എടുക്കാം. എ ബി ബൈ ബി സി വേണമെങ്കിൽ കണ്ടുപിടിക്കാം, ശരിയാണല്ലോ. എ സി ബൈ ബി സി വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് റേഷ്യോ എടുക്കാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഇങ്ങനെ ഹരിക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? റേഷ്യോ എന്ന് പറയും. റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് ആരുടെ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്, അല്ലെ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. അതിപ്പുറത്ത് ഒരു വാക്കും കൂടെ ചേർക്കുകയാണ്, സ്റ്റഡി ഓഫ്. സ്റ്റഡി ഓഫ് റേഷ്യോ ഓഫ്. ഓരോന്ന് മനസ്സിലാക്കി തരുവാണ്. ഇങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ് എനിക്ക് റേഷ്യോ എടുക്കാം. അങ്ങനെ എടുക്കുന്ന റേഷ്യോനെ കുറിച്ചുള്ള പഠനം. ഓരോ റേഷ്യോനെ നമ്മൾ ഓരോരോ പേരിട്ട് വിളിക്കും. അപ്പൊ സ്റ്റഡി ഓഫ് റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. ഇതിനെ സിമ്പിൾ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി. ത്രികോണമിതി എന്ന് മലയാളത്തിൽ പറയും ട്രിഗണോമെട്രി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഈ റേഷ്യോനെ വിളിക്കുന്ന പേര്? 6 റേഷ്യോസ് പഠിക്കാനുണ്ട്. 6 റേഷ്യോസ്. സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോക്കിക്കോ. ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ എ എന്ന് പറയുന്ന ആംഗിൾ ഞാൻ തീറ്റ ആയിട്ട് എടുക്കണം. എ എന്ന് പറയുന്ന ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ആ തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ്, സൈഡ് ഓപ്പോസിറ്റ് ടു ദ ആംഗിൾ എ എന്ന് പറയുന്നത്. തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ, ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. ഇത് തീറ്റയുടെ കൂടെ കിടക്കുന്ന സൈഡ്, അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചിരിക്കണേ. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസിനെ വിളിക്കുന്ന പേരാണ് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞു പഠിച്ചേ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആരാണ്? ബി സി ആണ്, അല്ലെ? ബി സി. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് 90യുടെ ഓപ്പോസിറ്റ് ആണ്. അതെന്താണ്? എ സി ആണ്. ഓക്കെ. അപ്പൊ ബി സി ബൈ എ സി ആണ് സൈൻ തീറ്റ. ഇനി കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസിനെയാണ് കോസ് തീറ്റ എന്ന് വിളിക്കുന്നത്. തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് നമ്മൾ പറഞ്ഞു എ ബി ആണ്, അല്ലെ? എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ത് തന്നെയാണ്? എ സി തന്നെയാണ്. ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടാൻ തീറ്റ. തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആരാണ്? തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ബി സി ഡിവൈഡഡ് ബൈ തീറ്റയുടെ അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ് ആരാണ്? എ ബി. ശരിയാണല്ലോ? ബി സി ബൈ എ ബി. അതിനെയാണ് ടാൻ തീറ്റ എന്ന് വിളിക്കുന്നത്.
അപ്പൊ സൈനായി, കോസായി, ടാനായി. ഇവരുടെ റെസിപ്രോക്കൽസ്, വ്യുൽക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക, തിരിച്ചിടുന്നതാണ് ഈ സൈനിന്റെ റെസിപ്രോക്കൽ അഥവാ സൈൻ തിരിച്ചിടുന്നതാണ് എന്ത്? സീക്ക്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് തിരിച്ചിടുമ്പോ ഹൈപ്പോട്ടിന്യൂസ് ബൈ സൈൻ കോസ് ടാൻ, സോറി സൈൻ തിരിച്ചിടുന്നത് കൊസീക്ക് ആണ്. സൈൻ തിരിച്ചിടുന്നതാണ് കൊസീക്ക്. നോക്കിക്കോണേ, കൊസീക്ക്. അതായത് സൈൻ തിരിച്ചിടുമ്പോ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് തിരിച്ചിടുമ്പോ ഹൈപ്പോട്ടിന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആവും. കോസ് തിരിച്ചിടുന്നതാണ് എന്ത്? സീക്ക്. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് തിരിച്ചിടുമ്പോ ഹൈപ്പോട്ടിന്യൂസ് ബൈ അഡ്ജസന്റ് ആവും. ടാൻ തിരിച്ചിടുന്നതാണ് എന്ത്? കോട്ട്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് തിരിച്ചിടുമ്പോ എന്താവും? അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് ആവും. അപ്പൊ സൈൻ റെസിപ്രോക്കൽ എടുത്താൽ കൊസീക്ക് കിട്ടും. കോസ് റെസിപ്രോക്കൽ എടുത്താൽ എന്ത് കിട്ടും? സീക്ക് കിട്ടും. ടാൻ റെസിപ്രോക്കൽ എടുത്താൽ എന്ത് കിട്ടും? കോട്ട് കിട്ടും. ശരിയല്ലേ? അപ്പൊ സൈൻ കോസ് ടാൻ. ഇനി അടുത്ത കൊസീക്ക് തീറ്റ എന്തായിരിക്കും? സൈൻ തീറ്റ തിരിച്ചിട്ടാ പോരെ. സൈൻ തീറ്റ തിരിച്ചിടുമ്പോ ഹൈപ്പോട്ടിന്യൂസ് ബൈ ഓപ്പോസിറ്റ് എന്ന് വരും. അത് എ സി ബൈ ബി സി എന്ന് വരും. ശരിയാണല്ലോ? സീക്ക് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ കോസ് തിരിച്ചിട്ടാൽ മതി. ഹൈപ്പോട്ടിന്യൂസ് ബൈ അഡ്ജസന്റ് എന്ന് വരും. തിരിച്ചിടുമ്പോ എ സി ബൈ എ ബി എന്ന് വരും. കോട്ട് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് തിരിച്ചിട്ടാൽ മതി? ടാൻ തീറ്റ തിരിച്ചിട്ടാൽ മതി. ടാൻ തീറ്റ ബി സി ബൈ എ ബി ആണ്. തിരിച്ചിടുമ്പോ എ ബി ബൈ ബി സി എന്ന് വരും. അതിന്റെ ഇക്വേഷൻ കൂടെ എഴുതിക്കോളും. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അത് തിരിച്ചിടുമ്പോ അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് എന്ന് വരും. ശരിയാണല്ലോ? സോ ദാറ്റ് വിൽ ബിക്കം എ ബി ഡിവൈഡഡ് ബൈ ബി സി, അല്ലെ? എ ബി ബൈ ബി സി. അപ്പൊ ഇങ്ങനെയാണ് സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട്. ഇത് 6 ക്രിസ്റ്റൽ ക്ലിയർ. ഒരു കോംപ്രമൈസും അതിനില്ല. സൈൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, കോസ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, ടാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, കൊസീക്ക് ഹൈപ്പോട്ടിന്യൂസ് ബൈ ഓപ്പോസിറ്റ്, സീക്ക് ഹൈപ്പോട്ടിന്യൂസ് ബൈ അഡ്ജസന്റ്, കോട്ട് അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പൊ സൈനും കോസും ടാനും പഠിച്ചാൽ മതി. ബേസിക്കലി അത് തിരിച്ചിട്ടാൽ മതി കൊസീക്കിലേക്കും സീക്കിലേക്കും കോട്ടിലേക്കും എത്താൻ. ഒരു സംശയമില്ലെന്ന് വിചാരിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് റിസൾട്ടുകളാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്താണ്? സൈൻ തീറ്റ തിരിച്ചിട്ടാൽ 1 സൈൻ തീറ്റ എന്ന് പറയുന്നതാണ്. സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് കൊസീക് തീറ്റ. കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് സീക് തീറ്റ. ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് കോട്ട് തീറ്റ. അതേപോലെ തന്നെ തിരിച്ചും പറയാം. സൈൻ തീറ്റ 1 കൊസീക് തീറ്റ ആണ്. കോസ് തീറ്റ 1 സീക് തീറ്റ ആണ്. ടാൻ തീറ്റ 1 കോട്ട് തീറ്റ ആണ്. ഇനി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നെടുത്ത് നോക്കാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു, നിങ്ങൾ നോക്കിയേ, സൈൻ തീറ്റ ആരാണ്? ബി സി ബൈ എ സി ആണ്. ശരിയാണല്ലോ? സൈൻ തീറ്റ എന്ന് പറയുന്നത് ബി സി ബൈ എ സി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആരാണ്? നോക്കിക്കേ, എ ബി ബൈ എ സി. എ ബി ഡിവൈഡഡ് ബൈ എ സി. അവിടെ നമുക്ക് എ സി ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് ബി സി ബൈ എ ബി ആണ്. ബി സി ബൈ എ ബി എന്താണെന്ന് നോക്കിക്കേ. ബി സി ബൈ എ ബി ആണ് എന്ത്? ടാൻ തീറ്റ. അപ്പൊ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ തീറ്റ കിട്ടും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ തീറ്റ. ബോക്സ് വരച്ചിട്ടോണം. നമുക്ക് മുന്നോട്ടുള്ള ജേർണിയിൽ, മുന്നോട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും യൂസ് വരുന്ന ഒരു ഇക്വേഷൻ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് ടാൻ തീറ്റ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് എടുത്തേ. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 1 ടാൻ തീറ്റ വരും. ശരിയല്ലേ? രണ്ട് സൈഡും ടാൻ തീറ്റ ബൈ 1 എന്നിടാം. ലെഫ്റ്റ് സൈഡ് തിരിച്ചിടുന്നു, റൈറ്റ് സൈഡ് തിരിച്ചിടുന്നു. 1 ടാൻ തീറ്റ എന്താണെന്ന് അറിയാം. ദാറ്റ് ഈസ് 1 ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോട്ട് തീറ്റ ആണെന്ന് അറിയാം. കോട്ട് തീറ്റ. അപ്പം കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? കോട്ട് തീറ്റ ആയിരിക്കും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റയും, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണെങ്കിൽ കിട്ടുന്ന ആൻസർ എന്താണ്? കോട്ട് തീറ്റയാണ്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയും, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോട്ട് തീറ്റയുമാണ്. ഈ രണ്ട് ഇക്വേഷൻസ് ഓക്കെ ആണല്ലോ. ഇനി റെസിപ്രോക്കൽ റിലേഷൻസും കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. 1 സൈൻ തീറ്റ കൊസീക് തീറ്റ, 1 കോസ് തീറ്റ സീക് തീറ്റ, 1 ടാൻ തീറ്റ കോട്ട് തീറ്റ. ഓക്കെ, അപ്പൊ അതും സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നോക്കിക്കോ, സൈൻ എക്സ് എന്ന് പറയുന്നത് 5/13 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടത്. അപ്പൊ ഞാൻ ആ ട്രയാങ്കിൾ വരയ്ക്കാം. നോക്കിക്കേ, എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ വരച്ചു. അതിനകത്ത് ഒരു ആംഗിൾ, ഈ ആംഗിൾ എക്സ് എന്ന് വിളിച്ചു. സൈൻ എക്സ് എന്താണെന്ന് അറിയാം. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ
ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പൊ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് 5. ഹൈപ്പോട്ടിന്യൂസ് 90യുടെ ഓപ്പോസിറ്റ് ആണ്, അത് എത്രയാണ്? 13. അങ്ങനെയാണെങ്കിൽ ഈ ബേസ് കണ്ടുപിടിച്ചൂടെ? എന്തുപയോഗിക്കാം നമുക്ക്? പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. ഓക്കെ, പൈതഗോറസ് തിയറം അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? എല്ലാവരും മറന്നിരിക്കുന്നവരൊക്കെ ഒന്ന് പഠിച്ചോണേ. പൈതഗോറസ് തിയറം എന്താണ്? പൈതഗോറസ് തിയറം അതായത് ഒരു മട്ട ത്രികോണം അഥവാ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. ഒരു മട്ട ത്രികോണം നമ്മുടെ കയ്യിലുണ്ട്. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നമ്മുടെ കയ്യിലുണ്ട്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് ABC. ഇവിടെ ചെറിയ വളവും തിരിവൊക്കെ ഉണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചോണേ. ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണമാണ് നമ്മുടെ ABC എന്ന് പറയാം. എല്ലാ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളും ഒബേ ചെയ്യുന്ന, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തിയറം, ഒരു സിദ്ധാന്തമാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. സിദ്ധാന്തം ഇങ്ങനെയാണ്: ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. ഈ നിയമത്തിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? പൈതഗോറസ് തിയറം. ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്, AB. സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? AC. സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? BC സ്ക്വയർ. സോ AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ഇസ് ഈക്വൽ ടു BC സ്ക്വയർ. ഈ നിയമത്തിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? പൈതഗോറസ് തിയറം എന്നുള്ള പേരിട്ട് വിളിക്കണം. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്ന് പറയുന്ന സിദ്ധാന്തത്തിനെയാണ് നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം അഥവാ പൈതഗോറസ് തിയറം എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. എനിക്കിപ്പോ AB കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ എഴുതാം: AB സ്ക്വയർ ഇസ് ഈക്വൽ ടു BC സ്ക്വയർ മൈനസ് AC സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ അവിടുന്ന് AB കണ്ടുപിടിക്കണമെങ്കിൽ എന്തെടുത്താൽ മതി? റൂട്ട് ഓഫ് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എടുത്താൽ മതി. ശരിയല്ലേ? ഇനി എനിക്ക് AC കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ AC സ്ക്വയർ ഇസ് ഈക്വൽ ടു BC സ്ക്വയർ മൈനസ് AB സ്ക്വയർ എന്ന് എഴുതാം. അവിടുന്ന് എനിക്ക് AC കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് BC സ്ക്വയർ മൈനസ് AB സ്ക്വയർ. ഓക്കെ, അപ്പൊ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൈതഗോറസ് തിയറം അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്ന ചില സംഖ്യകളെ നമ്മൾ പൈതഗോറസ് ട്രിപ്ലറ്റുകൾ എന്ന് വിളിക്കും. ഏറ്റവും പ്രശസ്തമായ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 സംഖ്യകൾ വരുന്ന ഒരേ ഒരു ട്രിപ്ലറ്റ് ഏതാണ്? 3, 4, 5 ആണ് അല്ലെ? 3, 4, 5. ഒരു ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 3ഉം ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 4ഉം ആണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് 5 ആയിരിക്കും. അത് പൈതഗോറസ് തിയറം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കേ. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ത് വരും? 9 പ്ലസ് 16 ഈക്വൽ ടു 25. ആ 25 ആണ് 5ന്റെ സ്ക്വയർ. ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. ഇപ്പൊ 3, 4, 5 എന്ന് പറയുന്നത് ഒരു പൈതഗോറസ് ട്രിപ്ലറ്റ് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പൈതഗോറസ് ട്രിപ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ട്രിപ്പിൾ വരുന്ന സംഖ്യ ഏതാണ്? 12, 5, 13. ഇതൊരു പൈതഗോറസ് ട്രിപ്പിൾ ആണ്. ശരിയല്ലേ? 12ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ നോക്കിക്കേ. 144 പ്ലസ് 25 169. എന്തിന്റെ സ്ക്വയർ ആണ്? 13ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 12ഉം 5ഉം 13ഉം പൈതഗോറസ് ട്രിപ്പിൾ ആണ്. ശരിയല്ലേ? ഇപ്പൊ എന്താണ് പൈതഗോറസ് തിയറം എന്നുള്ള ഒരു അടിസ്ഥാന ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. തിരിച്ചു വരാം. സോ പൈതഗോറസ് തിയറം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ ബേസ് കണ്ടുപിടിക്കാൻ പോവാണ്. ബേസ് ഈ സൈഡ് AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ഇസ് ഈക്വൽ ടു BC സ്ക്വയർ ആണ് പൈതഗോറസ് തിയറം പ്രകാരം. ശരിയാണല്ലോ? AB നമുക്ക് അറിഞ്ഞൂടാ. AB സ്ക്വയർ പ്ലസ് AC നമുക്കറിയാം 5 ആണ്. 5ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു BC അറിയാം 13ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇത് 5ഉം 13ഉം ആണ്. താഴെ 12 ആയിരിക്കും എന്ന് ഓൾറെഡി പറഞ്ഞു. അതാണ് ട്രിപ്പിൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം. ട്രിപ്പിൾസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ആൻസർ ആയി. ഓക്കെ അല്ലേ? പൈതഗോറസ് ട്രിപ്പിൾസ് പഠിച്ചു വെക്കുന്നതിന്റെ പ്രയോജനം പിടികിട്ടിയോ? നമുക്ക് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം. സോ എനിവേ നമുക്ക് ചെയ്ത് നോക്കാം. AB സ്ക്വയർ പ്ലസ് 25 ഇസ് ഈക്വൽ ടു 169. അവിടുന്ന് AB സ്ക്വയർ എന്ത് കിട്ടും? 169 മൈനസ്
25 എന്ന് കിട്ടും. ശരിയല്ലേ? സോ 144 അവിടുന്ന് എ ബി കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് 144 എടുത്താൽ മതി, 12 വരും ആൻസർ. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ട്രിഗണോമെട്രി റേഷ്യോസ് എല്ലാം പുഷ്പം പോലെ നമുക്ക് എഴുതാം. പുഷ്പം പോലെ എഴുതിക്കേ എല്ലാവരും, ഈസി ആയിട്ട് എഴുതിക്കേ. സൈൻ എക്സ് കിട്ടി, കോസ് എക്സ് എഴുതിക്കേ. കോസ് എക്സ് എഴുതണമെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 12/13. ടാൻ എക്സ് എഴുതിക്കേ, ഓപ്പോസിറ്റ് സൈഡ് എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് 5 ബൈ അഡ്ജസന്റ് സൈഡ് 12. ഇനി കൊസീക് എക്സ് വേണം, കൊസീക് എക്സ് വേണമെങ്കിൽ സൈൻ എക്സ് തിരിച്ചിട്ടാൽ മതിയല്ലോ. സൈൻ എക്സ് 5/13 ആണ്, തിരിച്ചിടുമ്പോ 13/5. സീക്ക് എക്സ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോസ് എക്സ് തിരിച്ചിട്ടാൽ മതി. കോസ് എക്സ് 12/13 ആണ്, തിരിച്ചിടുമ്പോ 13/12. കോട്ട് എക്സ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടാൻ എക്സ് തിരിച്ചിട്ടാൽ മതി. 5/12 ആണ്, തിരിച്ചിടുമ്പോ 12/5. ബാക്കിയുള്ള എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ തുടർന്ന് വരുന്ന ബാക്കിയുള്ള എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വാല്യൂസ് ആണ്. അപ്പൊ ഈ ഒരു ടേബിൾ നമ്മൾ മസ്റ്റായിട്ടും കാണാൻ പഠിക്കണം. ഓക്കെ, എന്താണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കിക്കോളൂ. ആദ്യമേ നിങ്ങൾ 2 ട്രയാങ്കിൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട 2 ട്രയാങ്കിളുകളുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് 30, 60, 90 ട്രയാങ്കിൾ ആണ്. അതിന്റെ റേഷ്യോ 1:√3:2 ആണ്. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ സ്കൂൾ തലങ്ങളിൽ പഠിച്ചതാണ്, 45, 90 ട്രയാങ്കിൾ ആണ്. അതിന്റെ റേഷ്യോ 1:1:√2 ആണ്. ഈ റേഷ്യോ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ എനിക്ക് സൈൻ 30 വേണം. സൈൻ 30, ഈ ട്രയാങ്കിൾ അറിയുന്ന ഒരാൾക്ക് 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 1 ബൈ 90യുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഹൈപ്പോട്ടിന്യൂസ്, അപ്പൊ 1/2. അപ്പൊ സൈൻ 30 1/2 കിട്ടും. ഓക്കെ, ഇനി എനിക്ക് കോസ് 60 വേണം. 60യുടെ അഡ്ജസന്റ് സൈഡ് 1, ഹൈപ്പോട്ടിന്യൂസ് 2, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 1/2. അപ്പൊ കോസ് 60 1/2 കിട്ടുന്നതാണോ? ഇനി എനിക്ക് ടാൻ 30 വേണം. ടാൻ 30 ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലേ, ഓപ്പോസിറ്റ് 1 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് എന്താണ്? √3. ഓക്കെ, അപ്പൊ ടാൻ 30 എന്ത് കിട്ടും? 1/√3 കിട്ടും. ഇപ്പൊ ട്രയാങ്കിളിൽ എടുക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം ആവശ്യമുള്ള കുറെ വാല്യൂസ് ട്രയാങ്കിളിൽ നിന്ന് തന്നെ സിമ്പിൾ ആയിട്ട് എടുക്കാം. ട്രയാങ്കിൾ കാണാൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിളിൽ നിന്ന് എടുക്കാം. ഇത്രയും വാല്യൂസ് കാണാതെ ഓർത്തിരിക്കാൻ പ്രയാസമുള്ളവർ ട്രയാങ്കിൾ പഠിച്ചു വെക്കുക. ട്രയാങ്കിൾ വരച്ചിട്ട് സൈഡിൽ വരച്ചിട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ളത് ട്രയാങ്കിളിൽ നിന്ന് എടുക്കാം. പക്ഷെ ട്രയാങ്കിൾ പഠിക്കണം. ട്രയാങ്കിളിൽ ഇത് സൈഡിൽ മാർക്ക് ചെയ്യുമല്ലോ, മാർക്ക് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാൽ കംപ്ലീറ്റ് കഴിഞ്ഞു പോവേ. കുറെ പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ബൈ ഹാർട്ട് ആയിക്കോളും. ആദ്യത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഓർത്തിരിക്കുന്ന പ്രയാസം ചിലർക്കൊക്കെ ഉണ്ടാവും. ഒരുപാട് പ്രാവശ്യം അങ്ങ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് എന്താവും, ചെയ്ത് നമ്മുടെ ഓർമ്മയിൽ അത് നിന്നോളും. നമുക്കിപ്പോ സൈൻ 45 വേണമെന്ന് വിചാരിക്കാം. ഈ 45, 90 ട്രയാങ്കിളിൽ നിന്ന് എടുക്കാം. സൈൻ 45 ഓപ്പോസിറ്റ് സൈഡ് 1, ഹൈപ്പോട്ടിന്യൂസ് √2. കോസ് 45 വേണമെന്ന് വിചാരിക്കാം. അഡ്ജസന്റ് സൈഡ് 1, ഹൈപ്പോട്ടിന്യൂസ് √2. ടാൻ 45 വേണമെന്ന് വിചാരിക്കാം. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും 1 ആണ്. 1/1 1 കിട്ടും. അപ്പൊ ഇതിന്റെയൊക്കെ തിരിച്ച് കൊസീക്ക് സീക്ക് കോട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇല്ലാത്ത കുറച്ച് ആംഗിൾ നോക്കാം. 30 വന്നാലോ 60 വന്നാലോ 45 വന്നാലോ ട്രയാങ്കിൾ വെച്ച് നിഷ്പ്രയാസം നിങ്ങൾക്ക് ഏത് വാല്യൂ സൈൻ കോസ് ടാൻ കൊസീക് സീക്ക് കോട്ട് ഏത് 30, 60, 45 ഈ 3 ആംഗിളിന്റെ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ട്രയാങ്കിളിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി ട്രയാങ്കിളിൽ ഇല്ലാത്ത കുറച്ച് വാല്യൂസ് തുടക്കത്തിൽ 0 ആണ്. അത് നിങ്ങൾ കാണാൻ പഠിക്കണം. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അതിന്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നിങ്ങൾക്ക് ആവശ്യമില്ല, ഓർത്ത് വെച്ചാൽ മതി. സൈൻ 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, കോസ് 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സൈനിന്റെ ഗ്രാഫ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ സൈൻ ഇങ്ങനെ ഒറിജിനിലൂടെ കടന്നു പോകുന്ന ഗ്രാഫാണ് സൈനിന്റെ. ഇപ്പൊ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഇപ്പൊ കോസിന്റെ കേസിൽ വരുമ്പോൾ കോസ് 0 1 ആണ്. കോസിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോവുക. അതാണ് കോസ് 0 എന്ന് പറയുന്നത് 1 ആവുന്നത്. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഗ്രാഫ് ഒക്കെ വെച്ചാണ് ഇത് പഠിക്കേണ്ടത്.
പക്ഷെ നിങ്ങൾക്ക് ഗ്രാഫിന്റെ ഒന്നും ആവശ്യമില്ല, അപ്പൊ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ജസ്റ്റ് വാല്യൂ പഠിച്ചു വെക്കുക. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്, കോസ് 0 1 ആണ്, ടാൻ 0 എന്ന് പറയുന്നതും 0 ആണ്. അപ്പൊ ഇത് മൂന്നും അറിയുന്ന ഒരാൾക്ക് ബാക്കി എളുപ്പമാണ്. സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്, ടാൻ 0 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊസീക്ക് 0 എന്തായിരിക്കും? സൈൻ 0 തിരിച്ചിട്ടാ പോരെ, 1/0 എന്ന് വരും. 1/0 ഇൻഫിനിറ്റി ആണ്. ഏതൊരു സംഖ്യ ആയിക്കോട്ടെ 0 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പൊ അത് ഇൻഫിനിറ്റി എന്നുള്ളതിന്റെ മറ്റൊരു വാക്കാണ് അനന്തത, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. നോട്ട് ഡിഫൈൻഡ്. അപ്പൊ കൊസീക്ക് 0 നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി കോസ് 0 എന്ന് പറയുന്നത് 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെയാണ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ സീക്ക് 0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. കോട്ട് 0 ടാൻ 0ന്റെ റെസിപ്രോക്കൽ 1/0, അതും ഇൻഫിനിറ്റി നോട്ട് ഡിഫൈൻഡ് ആണ് വരും. അപ്പൊ 30 ഏത് വന്നാലും ചെയ്യാൻ അറിയാലോ. ട്രയാങ്കിൾ വെച്ച് ചെയ്യാം. സൈൻ 30 1/2, കോസ് 30 √3/2, ടാൻ 30 1/√3. അതെല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞാൽ കൊസീക്ക് സീക്ക് കോട്ടായി. ഓക്കെ അല്ലെ? 1/2 തിരിച്ചിട്ടാൽ 2, √3/2 തിരിച്ചിട്ടാൽ 2/√3, 1/√3 തിരിച്ചിട്ടാൽ √3. ശരിയാണല്ലോ? ഇനി 45ലേക്ക് വരാം. സൈൻ 45 1/√2, കോസ് 45 1/√2, ടാൻ 45 1. അത് മൂന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് തിരിച്ചിടുക. കൊസീക് 45 1/√2 തിരിച്ചിട്ടാ √2, സീക് 45 1/√2 തിരിച്ചിട്ടാ √2, ടാൻ 45 1 തിരിച്ചിട്ടാ 1. അത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി 60 നോക്കുക. സൈൻ 60 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2, കോസ് 60 അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2, ടാൻ 60 ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് √3/1 √3. ഓക്കെ, ഇനി അതെല്ലാം തിരിച്ചിടുക. √3/2 തിരിച്ചിട്ട 2/√3, 1/√3 തിരിച്ചിട്ട 2, 1/2 തിരിച്ചിട്ട 2, √3 തിരിച്ചിട്ടാൽ 1/√3. അപ്പൊ കൊസീക്ക് സീക്ക് കോട്ട്. സൈൻ കോസ് ടാൻ പഠിച്ചാൽ മതി. അത് തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിംഗ്ലി കൊസീക്ക് സീക്ക് കോട്ട് കിട്ടും. ഇനി ട്രയാങ്കിൾ ഇല്ലാത്ത അടുത്ത വാല്യൂ. ഈ ട്രയാങ്കിളിൽ 45 45 ഒക്കെ ഉണ്ട്, 90 ഉണ്ട്, പക്ഷെ അതിൽ നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റില്ല. 90 പഠിച്ചു നോക്കണം സെപ്പറേറ്റ് ആയിട്ട്. ഇതിങ്ങനെ പഠിക്കുക. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണെന്ന് പഠിച്ചു. അപ്പൊ തന്നെ അതിന്റെ കൂടെ കണക്ട് ചെയ്യുക. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. ഇത് കണക്ട് ചെയ്യുക. കോസ് 0 ഓൾറെഡി നമ്മൾ 1 ആണെന്ന് പഠിച്ചു. അപ്പൊ അതിനോട് ചേർത്ത് കണക്ട് ചെയ്യുക. കോസ് 90 അപ്പൊ എന്തായിരിക്കും? 0 ആയിരിക്കും. കോസ് 90 എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ടാൻ 90 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. ടാൻ 90 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ജോമെട്രി പഠിക്കുമ്പോൾ പഠിക്കും y ആക്സിസിന് ചരിവില്ല, സ്ലോപ്പ് ഇല്ല. അതിന്റെ കാരണം ടാൻ 90 എന്നുള്ളത് നോട്ട് ഡിഫൈൻഡ് ആണ്. സ്ലോപ്പ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ y ആക്സിസ്. കാരണം ടാൻ തീറ്റ ആണ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ടാൻ 90 എടുക്കേണ്ടി വരുന്നത് കൊണ്ട് അത് നിർവചിക്കപ്പെട്ടിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് y ആക്സിസിന് സ്ലോപ്പ് ഇല്ലാത്തത്. സ്ലോപ്പ് ഓഫ് y ആക്സിസ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഇപ്പൊ ടാൻ 90 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി ബാക്കി വരുന്ന കൊസീക്കും സീക്കും കോട്ടും എടുക്കാൻ എളുപ്പമല്ലേ? സൈൻ 1 തിരിച്ചിട്ടാ 1/1 1 ആണ്. കോസ് 0 തിരിച്ചിട്ട് കഴിഞ്ഞാൽ കോസ് 90 എന്നുള്ളത് 0 ആണ്. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 1/0 എന്ന് വരും. അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി നോട്ട് ഡിഫൈൻഡ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 0 ആണ്. നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി അല്ലേ? അതായത് ടാൻ 90 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. കോട്ട് 90 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇൻഫിനിറ്റി തിരിച്ചിട്ടാ 1/∞. ഡിവിഷൻ ബൈ ഇൻഫിനിറ്റി എന്നുള്ളത് 0 ആണ്. അപ്പൊ കോട്ട് 90 ഓർക്കുക, അത് 0 ആണ്. ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആണ്. പക്ഷെ കോട്ട് 90 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. കോട്ട് 90 എന്താണ്? 0 ആണ്. ഓക്കെ, പിന്നെ 180. സൈൻ 180 0 ആണ്. കോസ് 180 -1. അത് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് പഠിക്കുക. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നതാണ് കോസ് 180 ഡിഗ്രി എത്ര ആണെന്ന്. അത് പലരും ശ്രദ്ധിക്കാതെ വിട്ടൊരു സാധനമാണ്. നെഗറ്റീവ് വരുന്ന ഒരേ ഒരെണ്ണം. നമുക്ക് ഹൈ റാങ്കിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് വരും. 180 തൊട്ട് അങ്ങോട്ട് 180 വരെ നമുക്ക് നെഗറ്റീവ് ഇല്ല. 90 വരെ നമുക്ക് നെഗറ്റീവ് ഇല്ല. 180ലാണ് ആദ്യത്തെ ഒരു നെഗറ്റീവ് വാല്യൂ തുടങ്ങുന്നത്. നമുക്ക് പഠിക്കാനുള്ളതിൽ 180 കോസ് 180 -1. മറന്നു പോകരുത്, സ്ഥിര ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് 180? കോസ് 180 പ്ലസ് സൈൻ 90. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോസ് 180 -1, സൈൻ 90 1, -1 ഒന്നും കൂട്ടി 0 ആണ് ഉത്തരം. ഓക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ടാൻ 180 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ബാക്കിയുള്ളത് ഓർത്തിരിക്കുക. 0 തിരിച്ചിട്ട നോട്ട് ഡിഫൈൻഡ്, -1 തിരിച്ചിട്ട -1, വീണ്ടും 0 തിരിച്ചിട്ട നോട്ട് ഡിഫൈൻഡ്. ബാക്കിയുള്ള വാല്യൂസ് എടുക്കാലോ. ഇനി 270 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ സൈൻ 270 -1 ആണ്. ഓക്കെ, സൈൻ 270 -1 ആണ്.
കോസ് 270 പൂജ്യമാണ്. ടാൻ 270 നോട്ട് ഡിഫൈൻഡ് ആണ്. 270 നോട്ട് ഡിഫൈൻഡ് ആണ്. കാരണം 90യുടെ ഓപ്പോസിറ്റ് അല്ലേ, നമ്മൾ ക്വാഡ്രന്റ് ഒക്കെ വരച്ച് പഠിക്കും പിന്നീട്. 0, 90, 180, 270 തിരിച്ചിങ്ങോട്ട് 360 കയറും. അപ്പോഴാണ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആവുന്നത്. 1 കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പൊ ഈ 90യുടെ ടാൻ നോട്ട് ഡിഫൈൻഡ് ആണ്. 90യുടെ നേരെ താഴെ തന്നെ 270 വരുന്നത്, അതേ ലൈൻ തന്നെ അല്ലേ. അപ്പൊ ടാൻ 270 എന്ത് തന്നെയായിരിക്കും? നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ടാൻ 270 എന്ത് തന്നെയാണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി അതെല്ലാം തിരിച്ചിട്ടാ മതി. സൈൻ 270 തിരിച്ചിട്ടാ -1 തിരിച്ചിട്ടാ -1, 0 തിരിച്ചിട്ടാ ഇൻഫിനിറ്റി, ഡിവിഷൻ ബൈ 0 ഇൻഫിനിറ്റി, നോട്ട് ഡിഫൈൻഡ് തിരിച്ചിട്ടാൽ 0. കാരണം ഇൻഫിനിറ്റി തിരിച്ചിട്ടാൽ 1/∞. ഡിവിഷൻ ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇനി 360 ഡിഗ്രി, സൈൻ 360 പൂജ്യമാണ്, കോസ് 360 1 ടാൻ 360 പൂജ്യമാണ്. 0 1 0 എന്ന് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം. സൈൻ 360 പൂജ്യം, കോസ് 360 1, ടാൻ 360 പൂജ്യം. അതിന്റെ റെസിപ്രോക്കൽ, പൂജ്യത്തിന്റെ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ്. ഡിവിഷൻ ബൈ 0 ഇൻഫിനിറ്റി, നോട്ട് ഡിഫൈൻഡ്. 1ന്റെ റെസിപ്രോക്കൽ 1, പൂജ്യത്തിന്റെ റെസിപ്രോക്കൽ എന്താണ്? നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഇപ്പൊ കോട്ട് 316 നോട്ട് ഡിഫൈൻഡ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഈ സോ കോൾഡ് ഈ വാല്യൂസ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ള കുറച്ച് വഴികളൊക്കെ ഞാൻ പറഞ്ഞു. ട്രയാങ്കിള് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ആവശ്യമുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് കുറെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ട്രയാങ്കിൾ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. നിങ്ങൾ ഇതേപോലെ ട്രയാങ്കിൾ നിങ്ങളുടെ മനസ്സിൽ വരയ്ക്കണം. മനസ്സിൽ ഈ ഒരു സാധനം ഉണ്ടായിരിക്കണം. അതായത് 30, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും 30, 60, 45 ആണ് വരിക. 30, 60, 90. അതേപോലെ തന്നെ ഇതും ഉണ്ടായിരിക്കണം മനസ്സിൽ. 45, 45, 90. ഇവിടെ 1:√3:2. ഇവിടെ 1:1:√2. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് സൈനിന്റെ 30 വേണം. സൈൻ 30 വേണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് 1, ഹൈപ്പോട്ടിന്യൂസ് 2. കോസ് 30 വേണം. അഡ്ജസന്റ് സൈഡ് √3 ബൈ ഹൈപ്പോട്ടിന്യൂസ് 2. ടാൻ 30 വേണം. ഓപ്പോസിറ്റ് 1 ബൈ അഡ്ജസന്റ് √3. ഇനി ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽ സൈൻ കോസ് ടാൻ. കൊസീക്ക് 30 വേണം. സൈൻ 30 തിരിച്ചിട്ടാൽ പോരെ, 1/2 തിരിച്ചിട്ടാൽ 2. സീക്ക് 30 വേണം. √3/2 തിരിച്ചിട്ടാൽ 2/√3. കോട്ട് 30 വേണം. 1/√3 തിരിച്ചിട്ടാൽ √3. കണ്ടോ? അപ്പം 30ന്റെ എല്ലാം നമുക്ക് ട്രയാങ്കിൾ നോക്കി കിട്ടുന്നുണ്ടോ? അതേപോലെ 30ന്റെയും 60ന്റെയും 45ന്റെയും ട്രയാങ്കിൾ വെച്ച് സിമ്പിൾ ആയിട്ട് കിട്ടും. ബാക്കി വരുന്ന 0യുടെയും 90യുടെയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. 180 വരെ മസ്റ്റ് ആയിട്ട് പഠിക്കണം. 360 ഒന്നും അങ്ങനെ അധികം ചോദിച്ചു, 270, 360 ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. 45 മസ്റ്റ് ആയിട്ട് പഠിക്കണേ. സൈൻ 45 എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഏത് 45 എടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 1/√2. കോസ് 45 എടുത്തു കഴിഞ്ഞാലും കിട്ടുന്ന ആൻസർ 1/√2. ടാൻ 45 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1. കൊസീക്ക് 45 എടുത്തു കഴിഞ്ഞാൽ 1/√2 തിരിച്ചിട്ട് √2. സീക്ക് 45 എടുത്തു കഴിഞ്ഞാൽ 1/√2 തിരിച്ചിട്ട് √2. കോട്ട് 45 എടുത്തു കഴിഞ്ഞാൽ 1 തിരിച്ചിട്ടിട്ട് 1. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏത് ആംഗിൾ കിട്ടിയാലും ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പറയുന്ന കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ് കേട്ടോ. ഇത് ഈ ഒരു കോംപ്ലിമെന്ററി ആംഗിളിന്റെ കൺസെപ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ധാരാളമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന കൺസെപ്റ്റ് ആണ് കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. സൈൻ തീറ്റ എന്ന് പറയുന്നത് കോസ് ഓഫ് 90 മൈനസ് തീറ്റയാണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് ഓഫ് 90 മൈനസ് തീറ്റയാണ് എന്തെന്ന് പറയുന്നത്? സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഇതിന്റെ യൂസ് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ കാണുന്ന രണ്ട് പേരെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത് ഞാൻ അതിനെ കുറിച്ച് പറയാം. 1-2 ഉദാഹരണങ്ങൾ ഞാൻ ആദ്യം കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. സിമ്പിൾ ആയിട്ട് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാവേ. എനിക്ക് സൈൻ 16 അപ്പൊ എങ്ങനെ എഴുതാം? കോസ് ഓഫ് 90 മൈനസ് 16 എഴുതിക്കൂടെ? ഈക്വേഷൻ പ്രകാരമാണെങ്കിൽ കോസ് ഓഫ് 90 മൈനസ് 60. കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണേ, ആഡ് ചെയ്ത് 90 കിട്ടണം എന്നാണ് അർത്ഥം. സപ്ലിമെന്ററി ആണെങ്കിൽ ആഡ് ചെയ്ത് 180 കിട്ടണം. കോംപ്ലിമെന്ററി ആണെങ്കിൽ ആഡ് ചെയ്ത് 90 കിട്ടണം. 90 മൈനസ് 16 എഴുതിക്കൂടെ? സോ ദാറ്റ് വിൽ ബിക്കം കോസ് ഓഫ് 90 60 കുറച്ചാൽ 30. സൈൻ 60 നമുക്കറിയാം. ഇപ്പുറം നമ്മൾ പഠിച്ചു. സൈൻ 60 എത്രയാണ്? സൈൻ 60 √3/2 ആണ്. √3/2.
കോസ് 30 എത്രയാണെന്ന് നോക്കിക്കേ. കോസ് 30 കോസ് 30 √3/2 ആണ്. ശരിയല്ലേ? രണ്ട് സെയിം ആണെന്ന് തെളിയിച്ചില്ലേ? അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ തീറ്റേനെ കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്. കോസ് തീറ്റേനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? കോസ് തീറ്റേനെ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. കോസ് തീറ്റേനെ എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. അപ്പൊ സൈൻ കോംപ്ലിമെന്റ് ആയിട്ടുള്ളത് കോസുമായിട്ടാണ് കേട്ടോ. സൈൻ ഓഫ് 90 മൈനസ് തീറ്റയാണ് കോസ് തീറ്റ. കോസ് ഓഫ് 90 മൈനസ് തീറ്റയാണ് സൈൻ തീറ്റ. മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അതേപോലെ ടാൻ കോട്ടുമായിട്ട് ടാൻ ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്ന ആരാണ്? കോട്ട് തീറ്റയാണ്. അതേപോലെ കോട്ട് ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ തീറ്റ ആയിരിക്കും. ശരിയല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതേപോലെ സീക്കും കൊസീക്കും ആയിട്ട് സീക്ക് ഓഫ് 90 മൈനസ് തീറ്റയാണ് എന്ത്? അല്ലെങ്കിൽ സീക് തീറ്റ എന്ന് പറയുന്നത് കൊസീക്ക് ഓഫ് 90 മൈനസ് തീറ്റയാണ്. അതേപോലെ കൊസീക് തീറ്റ എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? സീക്ക് ഓഫ് 90 മൈനസ് തീറ്റ ആയിരിക്കും അല്ലെ? സീക്ക് ഓഫ് 90 മൈനസ് തീറ്റ. അപ്പൊ സൈൻ കോംപ്ലിമെന്റ് ആവുന്ന കോസുമായിട്ട്, കോസ് തിരിച്ച് സൈനുമായിട്ട്, ടാൻ കോട്ടുമായിട്ട്, കോട്ട് ടാനുമായിട്ട്, കൊസീക്ക് സീക്കോ ആയിട്ട്, സീക്ക് കൊസീക്കോ ആയിട്ട്. അപ്പൊ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റ. കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ട് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് ബി എന്ന് പറയണമെങ്കിൽ സൈൻ ഓഫ് എ എന്ന് പറയുന്നത് കോസ് ഓഫ് 90 മൈനസ് എ ആണല്ലോ. അപ്പൊ ഈ ബി ആക്ച്വലി എന്തായേ പറ്റുള്ളൂ? 90 മൈനസ് എ ആയേ പറ്റുള്ളൂ. ശരിയല്ലേ? അതായത് ഈ സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് ബി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. നോക്കിക്കോ, സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 90 മൈനസ് ബി എന്ന് എഴുതിക്കൂടെ? സൈൻ ഓഫ് 90 മൈനസ് തീറ്റ ആരാ? കോസ് തീറ്റ. നമ്മളിപ്പുറം പറഞ്ഞു സൈൻ ഓഫ് 90 മൈനസ് തീറ്റയാണ് എന്ത്? കോസ് തീറ്റ. ശരിയാണല്ലോ? അപ്പൊ സൈൻ ഓഫ് 90 മൈനസ് ബി ആണ് കോസ് ബി. അപ്പൊ കോസ് ബിനെ എനിക്ക് സൈൻ ഓഫ് 90 മൈനസ് ബി എന്ന് എഴുതാം. നിങ്ങൾ നോക്കിയാൽ ഇവിടെ ലെഫ്റ്റിലും സൈൻ ഉണ്ട്, റൈറ്റിലും സൈൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിളുകൾ സെയിം ആയിരിക്കണമല്ലോ. അപ്പൊ അവിടുന്ന് എന്ത് കിട്ടും? എ ഇസ് ഈക്വൽ ടു 90 മൈനസ് ബി എന്ന് കിട്ടും. അവിടുന്ന് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 90 എന്ന് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ. അതായത് സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് ബി എന്ന് പറഞ്ഞാൽ അവിടെ എയും ബിയും കൂടെ കൂട്ടി നമുക്ക് 90 കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇത് വെച്ച് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബോക്സ് വരച്ചിടുക. അതേപോലെ ടാൻ എ ഇസ് ഈക്വൽ ടു കോട്ട് ബി എന്ന് പറഞ്ഞാൽ അവിടെയും എയും ബിയും കൂടെ കൂട്ടി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കണം? 90 കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതും ബോക്സ് ചെയ്തിടുക. അതേപോലെ കൊസീക്ക് എ ഇസ് ഈക്വൽ ടു സീക്ക് ബി എന്ന് പറഞ്ഞാൽ അവിടെയും എയും ബിയും കൂടെ കൂട്ടി എനിക്ക് 90 കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് ബി ആണെങ്കിൽ എ പ്ലസ് ബി 90 ആയിരിക്കണം. ടാൻ എ ഇസ് ഈക്വൽ ടു കോട്ട് ബി ആണെങ്കിൽ എ പ്ലസ് ബി 90 ആയിരിക്കണം. കൊസീക്ക് എ ഇസ് ഈക്വൽ ടു സിക് ബി ആണെങ്കിലും എ പ്ലസ് ബി എന്തായിരിക്കണം? 90 ആയിരിക്കണം. ഇതാണ് എന്തിന്റെ കൺസെപ്റ്റ്? കോംപ്ലിമെന്ററി ആംഗിൾസിന്റെ കൺസെപ്റ്റ്. കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? ഇനി നിങ്ങളോ, ഇത് ക്വസ്റ്റ്യൻ അല്ല, നോട്ടാണ്. നോട്ടാണ് കേട്ടോ. നോട്ട്. എ പ്ലസ് ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ, എ പ്ലസ് ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ പറയുന്ന 4 കാര്യങ്ങൾ ശരിയാണ്. ഇത് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. കാണുമ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. ക്വസ്റ്റ്യൻ അല്ല, നോട്ടാണ്. എ പ്ലസ് ബി 90 ഡിഗ്രി ആണെങ്കിൽ, എ പ്ലസ് ബി 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ശ്രദ്ധിക്കണം. രണ്ട് ആംഗിളുകൾ കൂട്ടി 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ടാനിന്റെ പ്രോഡക്റ്റ് ടാൻ എ ഇൻറ്റു ടാൻ ബി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇത് ആദ്യമേ പഠിച്ചു വെക്കാം. ഈ ഒരു റിസൾട്ട് ആദ്യമേ നല്ല വൃത്തിക്ക് വഴി. ഇതിൽ നിന്ന് വന്ന് ബാക്കിയെല്ലാം നമുക്ക് വേണേൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട 2 എണ്ണം ഞാൻ ഇപ്പൊ പറയുന്നതേ ഉള്ളേ. എയും ബിയും കൂടെ ഇത് 4 എണ്ണം പഠിച്ചു വെക്കാം. സൈൻ എ സീക്ക് ബി 1 ആയിരിക്കും.
കോസ് എ കൊസീക്ക് ബി 1 ആയിരിക്കും, ടാൻ എ ടാൻ ബി 1 ആയിരിക്കും, കോട്ട് എ കോട്ട് ബി. ടാൻ എ ടാൻ ബി ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടോ. നോക്കിക്കോ, എ പ്ലസ് ബി 90 ഡിഗ്രി ആണെങ്കിൽ ടാൻ എ ഇൻറ്റു ടാൻ ബി എന്ന് പറയുന്നത് 1 ആയിരിക്കും. വേറെ രീതിയിൽ പറയാം, ടാൻ തീറ്റ 1 ഇൻറ്റു ടാൻ തീറ്റ 2. തീറ്റ 1ഉം തീറ്റ 2ഉം രണ്ട് ആംഗിളുകളാണെന്ന് ഇരിക്കട്ടെ. ഇതിന്റെ ഈ പ്രോഡക്റ്റ് എനിക്ക് 1 കിട്ടിക്കഴിഞ്ഞാൽ ആ തീറ്റ 1ഉം തീറ്റ 2ഉം കൂടെ കൂട്ടുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടാൻ തീറ്റ 1 ഇൻറ്റു ടാൻ തീറ്റ 2 1 ആണെങ്കിൽ തീറ്റ 1ഉം തീറ്റ 2ഉം കൂടെ കൂട്ടിയ 90 ഡിഗ്രി ആയിരിക്കും. അത് ഒരുപാട് പ്രാവശ്യം ചോദ്യം വന്നിട്ടുള്ളതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ടാൻ തീറ്റ 1 ഇൻറ്റു ടാൻ തീറ്റ 2 1 ആണെങ്കിൽ തീറ്റ 1ഉം തീറ്റ 2ഉം കൂടെ കൂട്ടുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രീസ് ആയിരിക്കും. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ടാൻ തീറ്റ 1 റെസിപ്രോക്കൽ എടുത്താൽ 1 ബൈ കോട്ട് തീറ്റ 1 എന്ന് വരും. ടാൻ തീറ്റ 2 റെസിപ്രോക്കൽ എടുത്താൽ 1 ബൈ കോട്ട് തീറ്റ 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു ഓൾസോ 1. അതായത് 1 ബൈ കോട്ട് തീറ്റ 1 കോട്ട് തീറ്റ 2 എന്ന് പറയുന്നത് 1 ആണ്. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോട്ട് തീറ്റ 1 ഇൻറ്റു കോട്ട് തീറ്റ 2 ഓൾസോ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി അതേപോലെ ടാൻ തീറ്റ 1 സൈൻ തീറ്റ 1 ബൈ കോസ് തീറ്റ 1, ടാൻ തീറ്റ 2നെ സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ 2. അവിടെ നിന്നൊക്കെ ഡെഡ്യൂസ് ചെയ്തെടുക്കുന്ന സാധനമാണ് സൈൻ എ സീക്ക് ബി 1, കോസ് എ കൊസീക്ക് ബി 1. അപ്പൊ ഈ 4 ഓർത്തിരിക്കുക. മസ്റ്റ് ആയിട്ട് ഈ സിയും ഡിയും മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കും. ഇതും മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ ഇതും മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇത് രണ്ടും പ്രീവിയസ് ധാരാളം വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം. ഇനി ഇവിടുന്ന് പ്രീവിയസ് ഞാൻ വന്നെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ടാൻ 5 തീറ്റ ഇൻറ്റു ടാൻ 4 തീറ്റ ഇസ് ഈക്വൽ ടു 1. ഫൈൻഡ് തീറ്റ. ഇതാണ് ചോദ്യം. പ്രീവിയസ് വന്ന ചോദ്യം. ഓക്കെ, എങ്ങനെ ചെയ്യും? ടാൻ 5 തീറ്റയും ടാൻ 4 തീറ്റയും ഗുണിച്ചാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് തീറ്റ കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ടാൻ തീറ്റ 1 ഇൻറ്റു ടാൻ തീറ്റ 2 1 കിട്ടണമെങ്കിൽ ആ തീറ്റ 1ഉം തീറ്റ 2ഉം കൂടെ കൂട്ടുന്നത് എന്തായിരിക്കണം? 90 ഡിഗ്രീസ് ആയിരിക്കണം. ശരിയല്ലേ? ടാൻ തീറ്റ 1 ഇൻറ്റു ടാൻ തീറ്റ 2 1 കിട്ടണമെങ്കിൽ തീറ്റ 1ഉം തീറ്റ 2ഉം കൂടെ കൂട്ടുന്നത് 90 ഡിഗ്രീസ് ആയിരിക്കണം. അപ്പൊ അത് പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ കാണുന്ന 5 തീറ്റയും 4 തീറ്റയും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 90 കിട്ടണം. സോ 9 തീറ്റ ഇസ് ഈക്വൽ ടു 90 എന്ന് വരും. അവിടുന്ന് തീറ്റ ഇസ് ഈക്വൽ ടു 90 ബൈ 9 10 ഡിഗ്രീസ് എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ തീറ്റയുടെ വാല്യൂ 10 ഡിഗ്രി ആണ്. അവർ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചിലപ്പോൾ ടാൻ 3 തീറ്റ എത്ര എന്നായിരിക്കും അവർ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടാൻ 3 ഇൻറ്റു തീറ്റയ്ക്ക് പകരം 10, അതായത് ടാൻ 30 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടാൻ 30 എന്ന് പറയുന്നത് എത്ര? 1/√3. ഇങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടാൻ 30 ഡിഗ്രി 1/√3 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ നിസ്സംശയം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത് മാറാനായിട്ട് പറ്റണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കാണുന്ന ക്വാഡ്രന്റ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് ഒരുപാട് ബൾക്കായിട്ട് നിങ്ങളെ പഠിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഇത്രയും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ബൈ ഹാർട്ട് ആയിരിക്കണം. എന്താണ് സൈൻ, എന്താണ് കോസ്, എന്താണ് ടാൻ, എന്താണ് കൊസിക്, എന്താണ് സിക്ക്, എന്താണ് കോട്ട്, എന്താണ് അവർ തമ്മിലുള്ള റെസിപ്രോക്കൽ റിലേഷൻ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്താണ്, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 0 ഡിഗ്രി, 45 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി, ഈ എല്ലാ ആംഗിൾസിലെയും സൈൻ, കോസ്, ടാൻ, കൊസിക്, സീക്ക്, കോട്ട് എന്ന് പറയുന്നത് എന്താണ്, ട്രയാങ്കിൾ വരച്ച് അതെങ്ങനെ പെട്ടെന്ന് കണ്ടെത്താം എന്നുള്ള രീതിയിൽ തന്നെ വളരെ കൃത്യമായി വ്യക്തമായി നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനുശേഷം കോംപ്ലിമെന്ററി ആംഗിളിന്റെ റിലേഷൻഷിപ്പ്, സൈൻ ഓഫ് 90 മൈനസ് തീറ്റ ആണ് കോസ് തീറ്റ, കോസ് ഓഫ് 90 മൈനസ് തീറ്റ ആണ് സൈൻ തീറ്റ, ടാൻ ഓഫ് 90 മൈനസ് തീറ്റ ആണ് കോട്ട് തീറ്റ, കോട്ട് ഓഫ് 90 മൈനസ് തീറ്റ ആണ് ടാൻ തീറ്റ, കൊസീക് ഓഫ് 90 മൈനസ് തീറ്റ ആണ് സീക് തീറ്റ, സീക് ഓഫ് 90 മൈനസ് തീറ്റ ആണ് കൊസിക് തീറ്റ. അത് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എ പ്ലസ് ബി 90 ഡിഗ്രി ആണെങ്കിൽ ടാൻ തീറ്റ 1 ഇൻറ്റു ടാൻ തീറ്റ 2 1 ആയിരിക്കും.
അതായത് θ1 ഉം θ2 കൂട്ടുന്നത് 90 ആണെങ്കിൽ tan θ1 ഇൻറ്റു tan θ2 1 ആയിരിക്കും. അതേപോലെ cot θ1 ഇൻറ്റു cot θ2 1 ആയിരിക്കും. sin θ1 ഇൻറ്റു sec θ2 1 ആയിരിക്കും. cos θ1 ഇൻറ്റു cosec θ2 1 ആയിരിക്കും. അത്ര റിസൾട്ടുകൾ നമ്മൾ പഠിച്ചു. പ്രീവിയസ് ചോദിച്ചൊരു ക്വസ്റ്റ്യനും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് അറിഞ്ഞിരിക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്വാഡ്രന്റ് അനാലിസിസ്, ക്വാഡ്രന്റുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് പഠിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ASTC എന്നുള്ളൊരു കോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓൾ സിൽവർ ടീ കപ്പ് അല്ലെങ്കിൽ ഓൾ സയൻസ് ടീച്ചേഴ്സ് ആർ കൂൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കോഡുകളൊക്കെ വെച്ച് ഓരോ ക്വാഡ്രന്റിലും ഓരോ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ സൈൻ, ചിഹ്നം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ച് ആരംഭിക്കുന്നത്. ഇതെല്ലാം ബേസുകളാണ്. അതിനുശേഷം നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. കണ്ടില്ല, ടാറ്റാ ബൈ ബൈ, സീ യു.